Hi friends, സമത് ഡെയിലി ടെക് വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരുവിധ എല്ലാവരും എടുത്തുണ്ടാവും ഈ സോൾഡറിങ് അയൺ. ഈ അയൺ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായി റിപ്പയർ ചെയ്യാമെന്നുള്ള ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അവർക്ക് വീഡിയോ അവസാനം വരെ കിടന്ന് പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ ഓൺ ആക്കി ഞാൻ ഇതേമാതിരി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിരന്തരമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് സോൾഡറിങ് അയണാണ് ഈ കാണുന്നത്. ഇത് വില കുറഞ്ഞ ഐറ്റമാണിത്. ഒരു 90 രൂപ 100 രൂപ താഴെ റേറ്റ് ഉള്ളൂ. പക്ഷെ ഇതെന്താ വെച്ചാൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവേണ്ട ഈ സാധനം. ഞാനും എല്ലാം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് അയച്ചു നോക്കാം. നമുക്കിത് എന്താ കംപ്ലൈൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതിനുള്ളിൽ കാണാം മാർക്കിങ് കാണുന്നുണ്ട്, ഒരു ബ്ലാക്ക് കളർ മാർക്കിങ്. ഇതാ അതെന്തോ കത്തിപ്പോയതാണിത്. അപ്പോൾ ഓക്കെ, നമുക്കൊന്ന് ഫ്ലഗിൽ വെച്ചൊന്ന് ഓണാക്കി നോക്കാം. ഇതൊരു ബൾബുണ്ട്, ബൾബ് കത്തുന്നുണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് കാണോ, ഇത് മിന്നിപ്പോയി ബൾബ് കത്തുന്നില്ല. അപ്പോൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കാം. നമുക്ക് എന്നാലും അറിയാം. ഇതിന് ഈ ഭാഗത്തൊരു ബൾബ് കാണാം, ന്യൂൺ ബൾബ് കാണാം ആ ഭാഗത്തായിട്ട്. പിന്നെ തൊട്ടടുത്തൊരു ബ്ലാക്ക് മാർക്കിങ് കാണുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ഷോർട്ട് സർക്യൂട്ട് നടന്നുണ്ട്, അതുകൊണ്ടാണ് അത് കാണുന്നത്. അതേപോലെ തന്നെ ഇതിന് കോയിൽ തീരെ ഹീറ്റിംഗ് ഇല്ലാണ്ടല്ലേ, ചൂടാവുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് അയച്ചു നോക്കാം. നമുക്ക് 3 സ്ക്രൂ നമുക്കൊന്ന് അയച്ചെടുക്കാം. ഓക്കെ, 3 സ്ക്രൂ അയച്ചെടുത്തു. നമുക്ക് ഇതിനകത്ത് എല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരെടുക്കാം. നമുക്ക് ഊരെടുത്തു. നമ്മൾ ആ കാണുന്ന നിയോൺ ബൾബ് അതൊക്കെ നമ്മൾ സോൾഡറിങ് ഉപയോഗിച്ചാണ്ട് ആ 2 വയറും ഒന്ന് സോൾഡർ ചെയ്താണ്ട് ഊരെടുക്കാം. ഓക്കെ, 2 ഊരെടുത്തു. അപ്പോൾ ഇനി നമുക്ക് സോൾഡറിങ് ആയണ്ട ഡയോഡും ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഡയോഡ് കംപ്ലൈൻ്റ് ആണോ അല്ലേ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതൊക്കെ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂ മോഡിൽ മൾട്ടിമീറ്റർ പോയിൻ്റ് തിരിച്ചു കൊടുക്കുക. പിന്നെ ഈ അതാ കാണുന്ന ചിഹ്നം എന്താണ്, ഡയോഡിൻ്റെ ചിഹ്നം, അതിലേക്ക് മൾട്ടിമീറ്റർ പോയിൻ്റ് നീക്കി കൊടുക്കുക. നമുക്ക് എന്താണ് ചെക്ക് ചെയ്ത് നോക്കാം. ഡയോഡ് ചെക്ക് ചെയ്ത രീതി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതാണ് ഡയോഡിൻ്റെ പോസിറ്റീവ് വരിക, മറ്റേ ഭാഗം നെഗറ്റീവാണ് വരിക. കണ്ടല്ലേ? അപ്പോൾ നമുക്ക് പോസിറ്റീവും ഉണ്ടോ, അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ചെക്ക് ചെയ്ത് നോക്കണ്ട. റീഡിങ് കാണിക്കുന്നുണ്ട്. പിന്നെ തിരിച്ച് അങ്ങോട്ട് മാറ്റി വെക്കണം. അപ്പോൾ റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ഷോർട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം, എന്താ കാണിക്കണം നോക്കാം. കണ്ടോ, റീഡിങ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് റെഡിയാണ്, ഡയോഡ് കംപ്ലൈൻ്റ് ഇല്ലാന്ന് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇതിനെ പിന്നെ നമുക്ക് കേബിളും ചെക്ക് ചെയ്ത് നോക്കാം. സോൾഡറിങ് മെഷീൻ്റെ കേബിള്, അതായത് 3 പിന്നുണ്ടാവും. അതിന് 2 വയറേ ഉണ്ടാവുള്ളൂ. 3 പിന്നെന്ന് വെച്ചാൽ ന്യൂട്രൽ പീസ് മാറിപ്പോയതൊക്കെയാണ് 3 പിന്ന് വരുന്നത്, 3 പിന്നായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഡയോഡ് ചെക്ക് ചെയ്ത രീതി തന്നെയാണ് ഇതും ചെക്ക് ചെയ്യണത്. നമുക്ക് ആദ്യം നമുക്ക് ന്യൂട്രലും ചെക്ക് ചെയ്ത് നോക്കാം. റെഡിയാണ്. റീഡിങ് കാണിക്കുമ്പോഴാണ് റെഡി ആയിട്ട് വരിക. ഞാൻ ഫേസ് ചെക്ക് ചെയ്ത് നോക്കാം. ഫേസ് വർക്ക് ആവുന്നില്ല, റീഡിങ് മീറ്ററിൽ കാണിക്കുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആണത്. ആണോ, കേബിൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ആ കേബിൾ അതിനുള്ളിൽ നിന്ന് ഊരെടുക്കുക. നമുക്ക് അതിന് പുതിയൊരു കേബിൾ വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഊരെടുത്തു. ഓക്കെ, നമുക്ക് പുതിയൊരു കേബിൾ എടുത്താണ്. അതേ നമ്മൾ ഊര്യമായി തന്നെ നമുക്ക് അത് അതിനുള്ളിൽ സെറ്റായി കൊടുക്കണം. നമുക്ക് അത് നേരെ നമ്മളതിനകത്ത് ഊരെടുത്തമായി തന്നെ അതിനുള്ളിൽ കടത്തി കൊടുക്കുക. ഓക്കെ, അതിൻ്റെ സ്റ്റോപ്പർ വയർ ഊരി പോരാക്കണ സ്റ്റോപ്പറാണത്. അതൊക്കെ ഫിറ്റ്
ഊര്യമാതിരി തന്നെ നമുക്ക് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഓക്കെ അത് കറക്റ്റായി. അപ്പോൾ ഇനി നമുക്ക് പിന്നെ മൾട്ടിമീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഫേസ് വയർ ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഫേസ് വയർ ആദ്യം ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കണ്ടുപിടിക്കണം. നമുക്ക് അത് നോക്കാം. നമുക്ക് ഫേസ് പിന്നെ അതാണ് ഇനി വയർ ഏതാ നമുക്ക് ജസ്റ്റ് നോക്കാം. ഉണ്ടോ, അതാണ് ഫേസ് വയർ. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫേസിനോട് ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. ഫേസിൻ്റെ വയർ നമുക്ക് ആ ഡയോഡുമൊക്കെ സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഓക്കെ ഇനി നമുക്ക് കണ്ടോ അതേമാതിരി സോൾഡർ ചെയ്ത് കൊടുക്കുക. ആ മാർക്ക് ചെയ്തത് ഡയോഡുമൊക്കെ വെച്ച് സോൾഡർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണാൻ മാതിരി തന്നെയാണ്. കണ്ടല്ലേ, പോസിറ്റീവ് ഭാഗമാണ് ഡയോഡുമൊക്കെ വരിക. അത് ഫേസിൻ്റെ വയറാണ് ഡയോഡുമൊക്കെ സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരിക്കലും അങ്ങോട്ട് മാറിപ്പോകാൻ പാടില്ല കേട്ടോ. ഫേസിനോട്ട് അങ്ങോട്ട് മാറിപ്പോകരുത്. ഫേസിൻ്റെ വയറാണ് ഡയോഡുമൊക്കെ സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, അപ്പോൾ 2 വയറും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് നിയോൺ ബൾബ് ആ നിയോൺ ബൾബും കൂടി ഇതിന്മേൽ സോൾഡർ ചെയ്ത് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഓക്കെ, കൈ ചൂടാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയോഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് LED-ൻ്റെ നിയോൺ ബൾബിൻ്റെ ഒരു കാല് സോൾഡർ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ കാല് ന്യൂട്രലിൻ്റെ ആ ഭാഗത്തായിട്ടും സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, അതിൻ്റെ ഫിറ്റിങ്സ് വീഡിയോയിൽ കറക്റ്റ് കാണാവുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, കറക്റ്റാണ്. ഓക്കെ, ഇനി നമുക്കത് നേരെ സെറ്റായി കൊടുക്കാം, ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് സ്ക്രൂക്ക് ഒന്ന് ഫിറ്റായി കൊടുക്കാം. ഓക്കെ, നമുക്ക് 3 സ്ക്രൂവും അതിനത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, പിന്നെ നമുക്ക് ഫ്ലഗ് വർക്ക് ഓണാക്കി നോക്കാം. നമുക്ക് റെഡി ആയിടല്ലേ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഓക്കെ, സക്സസ് വിജയിച്ചിട്ടുണ്ട്. കണ്ടോ, ആ നിയോൺ ബൾബ് പ്രകാശിക്കുന്നുണ്ടല്ലേ. ഞാൻ ചൂടാവണ്ടോ ജസ്റ്റ് നോക്കാം. ഒരിക്കലും സോൾഡർ ചെയ്യാൻ തൊട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ അത്യാവശ്യം ചൂടുണ്ടാവും. ഞാൻ തൊട്ട് നോക്കിയെന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. കണ്ടോ, ലഡ്ഡു ഉരുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരി പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.